ഹായ് കൂട്ടുകാരെ, ഇബ്രാഹിം ഇബ്ൻ അദ്ഹം എന്ന ചരിത്രപുരുഷന്റെ ഈ ചരിത്രകഥ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ടിരിക്കണം. ഖുറാസാനിലെ ബൽക്ക് പട്ടണത്തിനടുത്തുള്ള ബുഖാറ പർവ്വതമുകളിലെ ചെറ്റക്കുടിൽ റാന്തൽ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ കഷ്ണം വെച്ച വസ്ത്രം ധരിച്ച ഒരു ഫക്കീർ പ്രപഞ്ചനാഥൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ദൈർഘ്യമേറിയ നിസ്കാരം ഒന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കണ്ണീരണിഞ്ഞ പ്രാർത്ഥന തന്നെ. സമയം അർദ്ധരാത്രി അടുത്തപ്പോൾ റാന്തലും കൈയിലെന്തി അയാൾ മലയിറങ്ങി. പട്ടണമാണ് ലക്ഷ്യം. അതുകൊണ്ട് പാതിരാ സമയമായതുകൊണ്ട് രാജകൊട്ടാരമടക്കം ബൽക്ക് പ്രദേശമാകെ ഗാഢമായ നിദ്രയിലാണ്. പീഡിക തിണ്ണകളും മറ്റു ആൾപെരുമാറ്റം ഉണ്ടാകാറുള്ള എല്ലായിടങ്ങളും ശാന്തമാണ്. രാജാവും പരിവാരങ്ങളുമൊക്കെ ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം പട്ടണത്തിലൂടെ നടന്നു നീങ്ങി. കുറച്ചു ദൂരം നടന്നു വഴിയരികിലെ വിശാലമായ ഒരു ശ്മശാനത്തിലേക്ക് കടന്നു. എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഓരോ കബറിനിടയിലൂടെയും നടന്ന അദ്ദേഹം എന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു. കുഴിമാടങ്ങളുടെ ഇരുഭാഗങ്ങളിലുമുള്ള മൈലാഞ്ചി ചെടികൾ അയാൾ വകഞ്ഞുമാറ്റി. ഇതുമല്ല. ഓരോ കബറിന്റെ സമീപത്തെത്തുമ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തിരച്ചിലിനൊടുവിൽ മണ്ണിന്റെ പച്ചമണം പോലും മാറാതെ പുതിയൊരു കബറിന്റെ സമീപത്ത് അയാൾ നിന്നു. ഇതുതന്നെ എന്റെ പൊന്ന് സ്വാഫിയുടെ കബർ. പ്രിയേ, നിന്നെ മറവു ചെയ്തിട്ട് മണിക്കൂറുകൾ അധികമായിട്ടില്ല. അപ്പോഴേക്കും നിന്നെ ഞാൻ മറന്നുപോയല്ലോ. ശ്മശാനത്തിന് നടുവിൽ നിന്ന് അയാൾ വിതുമ്പി. പിന്നെ കയ്യിലുള്ള റാന്തൽ നിലത്തുവെച്ച് ആ പുതിയ കബറിന്റെ മൂടുകല്ലുകൾ ഇളക്കിയെടുക്കാൻ തുടങ്ങി. നനവ് വറ്റിയിട്ടില്ലാത്ത തണുത്ത മണ്ണ് കൈകൊണ്ട് തുരന്നെടുത്തു. വിയർത്തൊലിച്ച് ഈങ്ങിയ വസ്ത്രത്തിൽ ഏതോ വികൃത ജീവിയുടെ കോലത്തിലായിട്ടുണ്ട് അയാൾ. നീണ്ട സമയത്തെ പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ കബറിന്റെ അകം കാണുന്നുണ്ട്. അയാൾക്ക് ആവേശമായി. പരിശ്രമത്തിന് ഫലം കണ്ടു തുടങ്ങിയല്ലോ. മൂടുകല്ലുകൾ അയാൾ ഇളക്കിയെടുത്തു പുറത്തേക്കിട്ടു. തൂവെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു മയ്യത്ത് കാണാനായി. അത് തന്നെയാണ് അയാൾക്ക് കിട്ടേണ്ടിയിരിക്കുന്നത്. മയ്യത്തിന്റെ തലഭാഗം വലതു കൈയിലും കാൽഭാഗം ഇടതു കൈയിലും താങ്ങിയെടുത്ത് കബറിന് പുറത്തു കിടത്തി. വിയർപ്പ് വടിച്ച് കബറിൽ നിന്ന് കയറി തലഭാഗത്തിരുന്നു. കഫൻ പുടവ നീക്കാൻ തുടങ്ങുമ്പോൾ ഹൃദയമിടിപ്പിന്റെ ശക്തി കൂടിക്കൂടി വന്നു. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കണ്ണുകൾ പരതുന്നുണ്ടായിരുന്നു. മയ്യത്തിന്റെ തല അയാൾ മടിയിലെടുത്തു വെച്ചു. 17 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ മയ്യത്താണത്. കണ്ണെടുക്കാതെ അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് പൂതി തീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കി പോയല്ലോ പൊന്നെ, അയാൾ വിലപിച്ചു. സുന്ദരിയായ നിന്നെ എനിക്കറിയാമെങ്കിലും നീ എന്നെ കണ്ടിട്ടുപോലും ഉണ്ടാകില്ല. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതുപോലുമില്ല. അതിനു മുന്നേ നീ നാഥന്റെ വിളിക്കുത്തരം നൽകിയല്ലോ. എല്ലാം പടച്ചവന്റെ വിധി. അല്ലാഹുവേ, എന്റെ പ്രിയതമയോടൊത്തു ജീവിക്കാൻ ഈ ലോകത്തെന്തായാലും എനിക്കൊരവസരവും കിട്ടിയില്ല. സ്വർഗലോകത്തിലെങ്കിലും ഞങ്ങളെ ഒരുമിപ്പിക്കണേ നാഥ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പടച്ച റബ്ബിനോട് യാചിച്ചു. നെറ്റിയിലൊന്ന് ചുംബിക്കാൻ തലകുനിച്ചതും ഒരു കാൽ പെരുമാറ്റം കേട്ട് അയാൾ ഞെട്ടിത്തരിച്ചു. പടച്ചോണെ, ആരാണത്? ആരെങ്കിലും അറിഞ്ഞോ? ബൽക്കിന്റെ രാജാവെങ്ങാനും അറിഞ്ഞാൽ? പാതിരാ നേരമായതുകൊണ്ട് ചവിട്ടടി ശബ്ദം ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു. അടുത്തടുത്ത് വരികയാണത്. മൃതശരീരമാകട്ടെ മറവ് ചെയ്തിട്ടുമില്ല. അയാൾ അന്താളിച്ചു നിന്നു. പേടിച്ചരണ്ട കണ്ണുകളോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തുറിച്ചു നോക്കി. റബ്ബേ, ബൽക്കിന്റെ മൻസൂർ രാജാവും പരിവാരങ്ങളുമാണോ വരുന്നത്? എന്റെ കഥ കഴിയാൻ പോവുകയാണോ? കയ്യിൽ റാന്തലുണ്ടെങ്കിലും പാലടി ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് തീരെ വെളിച്ചമില്ലായിരുന്നു. പ്രിയേ, തൽക്കാലം നീ എന്നോട് ക്ഷമിക്കൂ. ഒളിക്കാതിരിക്കാൻ വയ്യ. തപിക്കുന്ന ഹൃദയത്തോടെ അയാൾ തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ ഒളിച്ചു. പാതിരാ നേരത്ത് തരിശുഭൂമിയിൽ കുഴിച്ചുവെച്ച ഒരു കബറിൻ പുറത്ത് ഒരു മയ്യത്ത് കിടക്കുന്നത് കണ്ട് വരുന്നവർ പേടിച്ചു ഓടിക്കോളുമെന്ന് അയാൾ കണക്കുകൂട്ടി. പക്ഷെ എങ്ങാനും അത് മൻസൂർ രാജാവും പരിവാരങ്ങളുമാണെങ്കിലോ? തല പോയത് തന്നെ. സമീപത്തുള്ളവർക്ക് കേൾക്കുമാറത്തിൽ അയാളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരുന്നു. പൊന്തക്കാട്ടിൽ നിന്ന് താൻ കത്തിച്ചുവെച്ച ശ്മശാനത്തിലെ റാന്തൽ വെളിച്ചത്തിലേക്ക് അയാൾ ഭീതിയോടെ നോക്കി. അപ്പോഴുണ്ട് 3 രൂപങ്ങൾ നടന്നുവരുന്നു. അയാളുടെ ശ്വാസം നേരെ വീണു. പേടിക്കാൻ ഒന്നുമില്ല. ശ്മശാനത്തിലേക്ക് കടന്നുവന്ന 3 പേർ എങ്ങോ ദൂരദിക്കിൽ നിന്ന് വഴിയെ പോകുന്നവരാണ്. ഒരു പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനും. കയ്യിലുണ്ടായിരുന്ന വെളിച്ചം കേട്ടപ്പോൾ റാന്തൽ വെളിച്ചം കണ്ട ഭാഗം നോക്കി വന്നതാണ്. ഇവർക്കിതൊരു പള്ളിക്കാടാണെന്നറിയില്ല. ഇരുട്ടത്ത് ഒരു വിളക്ക് കത്തുന്നു. അടുത്ത് ആരുമില്ല. അവർക്ക് കയ്യിലുള്ള വിളക്ക് കത്തിക്കുകയേ വേണ്ടു. അതിനാണ് അവർ അടുത്തു ചെന്നത്. ചെന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ഈ കൂരാക്കൂരി ഇരുട്ടിൽ ഒരു റാന്തലും സമീപത്ത് ഒരു മയ്യത്തും തൊട്ടടുത്തൊരു കബർ തുറന്നുവെച്ചിരിക്കുന്നു. അതും കഫൻ പുടവ നീക്കിയ നിലയിൽ. സ്വൽപ്പനേരത്തേക്ക് ആർക്കും ഒന്നും മിണ്ടാനായില്ല. സ്വബോധം വീണ്ടെടുത്തപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി. പണ്ഡിതനും വൈദ്യനും സാഹിത്യകാരനും. അല്ലേ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മിണ്ടാതിരിക്കാനാവില്ലല്ലോ. ആരാണിത് ചെയ്തു വെച്ചത്? ഒരു സുന്ദരി പെണ്ണിന്റെ മൃതദേഹമാണല്ലോ. ഏതോ ഞരമ്പു രോഗികളായിരിക്കും. എന്തായാലും ഇവിടെ പരിസരത്തുണ്ടാകും. ജിന്നുകളായിരിക്കുമോ? കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവാനായ വൈദ്യം ആ മയ്യത്തിനെ ചുഴിഞ്ഞൊന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ പെണ്ണ് മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. അത് വേണ്ട, അതൊരു പെണ്ണാണ്. അവൾക്ക് ബോധം വന്നാൽ വിഷയം കൈകാര്യം ചെയ്യാൻ പ്രശ്നമാകും. നമുക്ക് വിളക്ക് കത്തിച്ച് നമ്മുടെ പാട്ടിന് പോകാം. മറ്റു 2 പേരും പറഞ്ഞു, അത് പറ്റില്ല. ഒരു പാവം പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കാട്ടിൽ കിടത്തി പോകുന്നത് ശരിയല്ല. എനിക്ക് വൈദ്യം പഠിപ്പിച്ച അല്ലാഹുവിനോട് ഞാൻ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇനി മരിച്ചിട്ടുണ്ടെങ്കിലും കടമകളുണ്ട്. പണ്ഡിതനും സാഹിത്യകാരനും
മനസ്സിലാകും വിധം വിഷയഗൗരവം വരുത്തിയിട്ട് വൈദ്യൻ മയ്യത്തിന്റെ സമീപത്ത് ചെന്നിരുന്നു. നാടി പിടിച്ചു നോക്കുകയും കണ്ണുകൾ തുറന്നു നോക്കുകയും ചെയ്തു. എന്നിട്ട് തോൽ സഞ്ചിയിൽ കൈയിട്ട് ചില പച്ചിലകൾ പുറത്തെടുത്തു. ധൃതിയിൽ അത് തിരുമ്മിപ്പിഴഞ്ഞു. നീര് മയ്യത്തിന്റെ വായിലും മൂക്കിലും ഒക്കെ ഇറ്റിച്ചു. നിമിഷം കടന്നുപോയില്ല. സുന്ദരി പെണ്ണ് പിടഞ്ഞെഴുന്നേറ്റു. എഴുന്നേറ്റ ഉടൻ അവൾ കഫൻ പുടവ മാരിച്ചുരുട്ടി നാണം മറച്ചു. ഞാനിതെവിടെയാണ്? അവളുടെ ഒച്ച പള്ളിക്കാട്ടിൽ മുഴങ്ങി. എന്റെ മംഗല്യപന്തൽ. പരസ്പര ബന്ധമില്ലാത്ത സംസാരമായാണ് അവർക്കതൊക്കെ തോന്നിയത്. എന്റെ ഉടുപ്പുകൾ തരൂ. ഞാൻ പേടിച്ചു വിറച്ചു. അവൾ ആ 3 പേരെയും തറപ്പിച്ചു നോക്കി. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന രാത്രിക്കള്ളന്മാർ ഈ വൽക്കിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതേത് സ്ഥലം? സത്യം പറ. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രാജകുമാരിയുടെ മകൾ സോഫിയാണ് ഞാൻ. എന്നെ തൊട്ടാൽ കരുതിക്കോ. രാജകുമാരിയുടെ മകളായിരിക്കാം. കാര്യം കുഴപ്പമായെന്ന് അവർ ഉറപ്പിച്ചു. നമുക്ക് അപ്പോൾ തന്നെ വിളക്ക് കത്തിച്ചു പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയണ്ടേ? ഇവളെ വീട്ടിലെത്തിക്കാതെ ആയിരിക്കും ആദ്യം. വിളക്കിയ 2 പേരും പിറുപിറുത്തു. മോളെ, നീ പേടിക്കണ്ട. ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന യാത്രികരാണ്. ഇതുവഴി പോകുമ്പോൾ കയ്യിലുള്ള വിളക്ക് കെട്ടും. വെളിച്ചം കണ്ടപ്പോൾ ഇങ്ങോട്ട് പോന്നതാ. വിളക്ക് കെട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകേണ്ടവരാണ്. കബർ മാന്തി നിന്നെ പുറത്തിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അവർ രാജകുമാരിയെ സമാധാനിപ്പിച്ചു. കബറോ? എനിക്ക് മരിച്ചോ? ഞാൻ എന്റെ മംഗല്യപന്തലിലായിരുന്നു. ഒരു പാമ്പ് വന്ന് കാലിൽ കടിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അംഗന്തിര കർമ്മങ്ങൾ പൂർത്തിയാക്കി മറമാടിയതാകാം. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം. കബറ് കുഴിച്ചെടുത്ത് പുറത്തെടുത്തു വെച്ചതോ ഏതെങ്കിലും കാമവരിയന്മാരോ മോഷ്ടാക്കളോ? എന്തായാലും രാജകുമാരിയെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു തരാം. അവർ റാന്തൽ വിളക്കുമെടുത്ത് രാജകുമാരിയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് നടന്നു. നാഥ, നീ എന്റെ സങ്കടം കണ്ടല്ലോ. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പക്ഷേ അവരോടൊപ്പമാണ് പോകുന്നത്. ഇനിയും അവളെ നഷ്ടപ്പെടാനാണോ വിധി? ഇനി സമയം കളയാനില്ല. അവരോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. കബറ് കുഴിച്ചപ്പോൾ പൊന്തക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പിന്നാലെ ചെന്നു. അസ്സലാമു അലൈക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് അയാളുടെ നിൽപ്പ്. കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് വിയർത്തൊലിച്ചൊരു മനുഷ്യൻ. നിങ്ങളാരാ? വൈദ്യൻ ചോദിച്ചു. ഇവളുടെ ഭർത്താവ്, മൻസൂർ രാജാവിന്റെ മരുമകൻ. അയാൾ മറുപടി പറഞ്ഞു. ഇത് കേട്ട് രാജകുമാരി പൊട്ടിത്തെറിച്ചു. ഹേ, ഇയാൾ എന്റെ ഭർത്താവേ അല്ല. പച്ച കള്ളമാണ്. അത് ഡെമസ്കസ് രാജകുമാരനാണ്, എന്റെ പ്രതിശ്രുത വരൻ. രാജകുമാരിയുടെ മറുപടി കേട്ട് 3 പേരും അമ്പരന്നുപോയി. ഒരു പെണ്ണിന് 2 ഭർത്താക്കന്മാരോ? ഡെമസ്കസ് രാജകുമാരന് സമ്മതിക്കാം. പക്ഷെ ഇയാളോ? ഈ ഫക്കീർ എങ്ങനെ ബൽക്ക് രാജാവിന്റെ മരുമകനാകും? കൂട്ടുകാരെ, ഈ കഥയുടെ 2ാം ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങൾ കാത്തിരിക്കുമല്ലോ.